നമ്മളൊന്ന് വീണ്ടും പരപ്പനങ്ങാടിയിലേക്ക് പോവുകയാണ്. അവിടെ നാടുകാണി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് നേരത്തെ മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന് അവിടെ നിന്ന് ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്, നിരോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതാ വലിയ രീതിയിൽ മണ്ണിടിയുന്നത്, മരങ്ങളൊക്കെ കടപുഴകി വീഴുന്നത് നമുക്ക് ആ ഭീകര ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും മഴ ശക്തമാകുമ്പോഴാണ് വീണ്ടും മണ്ണിടിയുന്നത്. ഇപ്പോഴത്തെ തത്സമയ ദൃശ്യങ്ങളാണ് കേട്ടോ, നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. മീഡിയ വൺ ഈ മണ്ണിടിഞ്ഞപ്പോൾ തന്നെ അവിടെ എത്തിയിരുന്നു, മീഡിയ വൺ സംഘം അവിടെ എത്തിയിരുന്നു. അപ്പോൾ ഉൾപ്പെടെ ഇങ്ങനെ ചെറിയ രീതിയിൽ മണ്ണിടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ മണ്ണിടിച്ചിലിതാ ഇപ്പോൾ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ആ മേഖലയിലേക്ക് മണ്ണ് ഒലിച്ചെത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. മരങ്ങളൊക്കെ കടപുഴകി വീഴുന്നു, തെങ്ങുൾപ്പെടെ കടപുഴകി വീഴുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. നേരത്തെ ചെറിയ രീതിയിൽ അതുവഴി ഗതാഗതം നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ രീതിയിൽ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. നേരത്തെ നാട്ടുകാരായിരുന്നു അവിടെ റോഡിൽ ഇടപെട്ടുകൊണ്ട് ഗതാഗത നിയന്ത്രണമൊക്കെ നടത്തി വന്നിരുന്നത്. ഇപ്പോൾ ആ റോഡ് ഉൾപ്പെടെ മൂടിയിരിക്കുകയാണ്, ചെളി നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, മണ്ണടിഞ്ഞു കൂടിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജംഷീർ കോടിഞ്ഞ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. ജംഷീർ, ഇപ്പോൾ റോഡ് ആകെ കവർ ചെയ്യുന്ന തരത്തിൽ, മൂടുന്ന തരത്തിലേക്ക് മണ്ണ് ഒലിച്ചെത്തിയിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ദിവ്യ, ഈ മണ്ണ് താഴേക്ക് പതിക്കുന്നതിൻ്റെ ഏതാനും 10 മിനിറ്റുകൾക്ക് മുൻപാണ് നമ്മൾ ഈ പ്രദേശത്തെത്തുന്നത്. ആ സമയത്ത് ചെറിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു വീഴുകയും ചെറിയ തോതിലായിരുന്നു റോഡിലേക്ക് പതിക്കുകയും ചെയ്തിരുന്നത്. ആ സമയത്ത് 1-2 തെങ്ങുകളും അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് മണ്ണുമായിരുന്നു ഇടിഞ്ഞത്. നമ്മളിവിടെ എത്തി ഈ വാർത്ത ആദ്യത്തെ ലൈവ് നൽകി രണ്ടാമത്തെ ലൈവിന് തയ്യാറെടുക്കുന്ന സമയത്താണ് വലിയ ശബ്ദത്തോടു കൂടി ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്നത്. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണാമെന്ന് തോന്നുന്നു. ആ മണ്ണ് ഇടിഞ്ഞ് വീഴുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വലിയൊരു ശബ്ദത്തോടു കൂടി മരങ്ങളും എല്ലാം കൂടെ ഈ പാതയിലേക്ക് പതിക്കുകയാണ്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരപ്പനങ്ങാടി നാടുകാണി പാതയിലെ പാണക്കാടിന് സമീപമുള്ള എടേപ്പാലത്താണ്. ഇപ്പോൾ അത് ആ മുകളിൽ നിന്ന് മണ്ണ് വരുന്നുണ്ട്. ശക്തമായ വെള്ളത്തിനൊപ്പമാണ് ഈ മണ്ണ് വരുന്നത്. മഴ മാറി നിന്നിട്ട് പോലും ഇത്തരത്തിൽ മണ്ണ് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ മഴയില്ല എങ്കിൽ പോലും അവിടെ നിന്ന് മണ്ണ് താഴേക്ക് പതിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടെ നാട്ടുകാരെത്തിയിരുന്നു. അവർ ഗതാഗതം ഭാഗികമായി വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി റോഡിലേക്ക് മണ്ണും ചെളിയും കല്ലും അതോടൊപ്പം തന്നെ മരക്കഷ്ണങ്ങളെല്ലാം തന്നെ ഒഴുകിയെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇനി ഗതാഗതം നടക്കില്ല. വാഹനങ്ങൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. റോഡിലേക്ക് പൂർണ്ണമായും ചെളിയും മണ്ണും ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇത്ര രീതിയിൽ മണ്ണോ ചെളിയും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാഹനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. പരപ്പനങ്ങാടി മലപ്പുറം പാതയിൽ, അതായത് മലപ്പുറം മഞ്ചേരി പരപ്പനങ്ങാടി പാതയിലെ പ്രധാനപ്പെട്ട ഒരു പാതയാണ്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മണ്ണിടുന്നത്. ബസ്സുകളെല്ലാം തന്നെ ഇപ്പോൾ വഴി തിരിച്ചുവിടുകയാണ്, മറ്റു വഴികളിലൂടെ കടത്തിവിടുകയാണ്. ഈ സമയത്ത് ഇതിലെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എത്തിയിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ വഴി തിരിച്ച് മറ്റു വഴികളിലൂടെ കടത്തിവിടുകയാണ്. വാഹനങ്ങളൊന്നും തന്നെ ഇനി ഈ റോഡിലൂടെ കടന്നു പോകാൻ കഴിയില്ല. പ്രധാന കാരണം മുകളിൽ നിന്ന് ഇപ്പോഴും മണ്ണ് ഇടിഞ്ഞു വീഴുന്നു. പ്രധാനമായും മണ്ണ് ഇടിഞ്ഞു വീഴുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും മുകളിൽ പൊട്ടലുണ്ട്. ഇപ്പോഴും മുകളിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ശക്തമായിട്ട് അത് റോഡ് ഏതായാലും ബ്ലോക്ക് ആയിട്ടുണ്ട്. മറ്റു വാഹനങ്ങളൊക്കെ മറ്റ് സൈഡിൽ മറ്റു റോഡുകളിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ട്. ഏതായാലും ഇത് എല്ലാവരും ജാഗ്രത പുലർത്തേണ്ട സമയമാണത്. കാരണം ഗവൺമെൻറ് ഭാഗത്തു നിന്നൊക്കെ ഭയങ്കര ജാഗ്രതാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുക്കണം. കാരണം മറ്റുള്ള സൈഡുകളിലൊക്കെ വീടുകളുള്ള ഭാഗങ്ങളുണ്ട്. അത് മാറ്റി താമസിക്കാനുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. കാരണം ഈ ഭാഗം മൊത്തത്തിൽ അവിടെ നിങ്ങൾ കാണാം, അവിടെ ഒരു സ്കൂളുണ്ട്, വലിയൊരു കെട്ടിടം അവിടെ നിൽക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബാറ്റാണ് സ്കൂളാണ്. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവർക്ക് ആ മേഖലകൾ ഇതൊക്കെ ഈ മേഖല നമ്മൾ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ മേഖലകളും അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ആ ഭാഗത്ത് സ്കൂളിലത്, ആ ഭാഗത്താണ് സ്കൂളിൽ. ഓക്കെ, ഏതായാലും ഇപ്പോഴും മണ്ണിടിയുന്നു എന്നുള്ളതാണ്. ഇനി ഒരു പക്ഷേ നമ്മൾ നേരത്തെ വന്ന സമയത്ത് വലിയ ശബ്ദത്തിലാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചത്. ഇപ്പോഴും വീണ്ടും മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഴയില്ലാതിരുന്നിട്ട് പോലും ഇപ്പോഴും മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാമെന്ന് തോന്നുന്നു. മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോലെ തന്നെ ഭീകരമായ അവസ്ഥ തന്നെയാണ് അപകട സ്ഥലത്ത്, സംഭവ സ്ഥലത്ത് ഉള്ളത്. കൂടുതൽ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു അരമണിക്കൂർ മുൻപായിരുന്നു എങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ. റോഡിലൊക്കെ വലിയ രീതിയിൽ ചെളിയും മണ്ണുമൊന്നും ഒഴുകിയെത്തിയിരുന്നില്ല. പക്ഷേ അതിന് പിന്നാലെ തന്നെ മുകൾ ഭാഗത്ത് മണ്ണ് വലിയ രീതിയിൽ ഇടിഞ്ഞു വീഴുകയും മരങ്ങളൊക്കെ കടപുഴകി വീഴുകയുമാണ് ചെയ്തത്. ഇപ്പോൾ ആ റോഡൊന്നാകെ അങ്ങ് മൂടിയിരിക്കുകയാണ്. പ്രധാന പാതയാണ് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. നേരത്തെയൊക്കെ വലിയ രീതിയിൽ അതുവഴി ഗതാഗതം നടക്കുന്നുണ്ടായിരുന്നു. ഇത് പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയാണ്. ഇപ്പോൾ ഈ വലിയ രീതിയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ അതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഴ ശക്തമാകുമ്പോൾ തന്നെ വീണ്ടും മണ്ണിടിയുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അവിടെ ആ മേഖല വലിയ അപകട ഭീഷണിയിൽ തന്നെയാണ് ഉള്ളത്. ഈ റോഡും
വലിയ രീതിയിൽ മൂടിക്കഴിഞ്ഞിട്ടുണ്ട്. മണ്ണും അതുപോലെ തന്നെ വെള്ളവും ചെളിയും ഒക്കെ ഒലിച്ചിറങ്ങുകയാണ് താഴേക്ക്. ഏതാണ്ട് അവിടെ ഏതോ ഒരു തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഈ ഭാഗത്ത് റോഡിനോട് ചേർന്ന് ആസ്ബെറ്റോസ് ഒക്കെ വെച്ച് അവിടെ ഷീറ്റ് വെച്ച് മറച്ചതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ്, മുകൾ ഭാഗത്തായി മണ്ണിടിഞ്ഞ് താഴേക്ക് ഇപ്പോൾ പതിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതൽ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നാട്ടുകാരൊക്കെ എത്തിയായിരുന്നു അവിടെ ഗതാഗതം നിയന്ത്രിക്കുകയും മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ഒരൽപ്പം കഴിഞ്ഞാണ് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ അപകട സ്ഥലത്തെത്തുകയും ഇപ്പോൾ കാര്യങ്ങൾ നിരീക്ഷിച്ച് അവിടെ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തത്. അതിശക്തമായ മഴ തന്നെയായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ മലപ്പുറത്തും അനുഭവപ്പെട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ മഴയ്ക്കൊരൽപ്പം ശമനമുണ്ട്. എങ്കിലും കൂടുതൽ മണ്ണിടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളിതാ, മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ റോഡൊന്നാകെ, ആ സംസ്ഥാന പാത ഒന്നാകെ തന്നെ ഇപ്പോൾ ചെളിയും മണ്ണും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ജംഷീർ, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? കൂടുതൽ മണ്ണും ചെളിയും വെള്ളവും ഒക്കെ റോഡിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മേഖലയൊന്നാകെ ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. മണ്ണും കല്ലും അതോടൊപ്പം തന്നെ മരങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് താഴേക്ക് പതിച്ചിരിക്കുന്നത്. അത് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. മുകളിൽ നിന്ന് മണ്ണിനൊപ്പം വെള്ളവും താഴേക്ക് പതിക്കുകയാണ്. ആ വെള്ളത്തിനൊപ്പമാണ് മണ്ണ് വരുന്നത്. ഒരു ഭാഗം ഇപ്പോൾ ഇടിഞ്ഞ് പൂർണ്ണമായും ഈ റോഡിലേക്ക് പതിച്ചിരിക്കുന്നു. ഈ റോഡിന്റെ പൂർണ്ണമായും റോഡിലേക്ക് പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പാതയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. വാഹനങ്ങൾ മറ്റു വഴി കടന്നു പോകണമെന്ന് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നുണ്ട്. ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ആ ബസ്സുകളെല്ലാം തന്നെ തടയുകയും പിന്നീട് മറ്റു വഴികളിലേക്ക് ഇപ്പോൾ കടത്തിവിടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ റോഡിലൂടെയുള്ള ഗതാഗതം സാധ്യമല്ല. കാരണം ആ രീതിയിൽ മണ്ണ് ഇപ്പോൾ തന്നെ ഇടിഞ്ഞ് റോഡിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും മണ്ണ് ഇടിയുകയാണ്. മുകളിൽ വലിയ തരത്തിൽ മണ്ണും അതോടൊപ്പം തന്നെ മരങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് താഴേക്ക് പതിച്ചിരിക്കുന്നത്. തെങ്ങും മരങ്ങളും ഉൾപ്പെടെയുള്ളവയാണ്. ഏതു നിമിഷവും ഇനി വലിയ ഒരു മണ്ണിടിച്ചിൽ കൂടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മഴ ഒരല്പം മാറി നിൽക്കുന്നതാണ് ഏറെ ആശ്വാസകരം. ഇനിയും മഴ വരികയാണെങ്കിൽ അത് കൂടുതൽ മണ്ണിടിച്ചിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം പോലീസ് ഉൾപ്പെടെയുള്ളവർ നൽകുന്നുണ്ട്. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. അവർ ഗതാഗതം നിയന്ത്രിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ നമ്മൾ വന്ന സമയത്ത് ആദ്യം നമ്മളാണ് ഇവിടെ എത്തുന്നത്. ആ സമയത്ത് ഇവിടെ ഗതാഗതം ഉണ്ടായിരുന്നു. വാഹനങ്ങൾ നാട്ടുകാർ ഇടപെട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടും കടത്തിവിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കാരണവശാലും വാഹനങ്ങൾ പോകാൻ കഴിയില്ല.